Dear students, in this video we are going to discuss two important things, that is vibrational excitation effect and asymmetry effect of rotational vibration band. ഒരു ടോപ്പിക്ക് വരുന്നത് ബേസിക് ആയിട്ട് നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് വരുന്നത് റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ വൈബ്രേഷണൽ എക്സൈറ്റേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്ര പറയുമ്പോൾ നമ്മൾ പറയും ഒരു റൊട്ടേഷൻ ലെവലിൽ നിന്ന് അടുത്ത റൊട്ടേഷൻ ലെവലിലേക്ക് എക്സൈറ്റേഷൻ നടന്നു പോകുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ വൈബ്രേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആക്ച്വലി മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടും കൂടി ഇരിക്കുന്നുണ്ട്. വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചേഞ്ചസ് ഉണ്ടാവും ആ മോളിക്യൂളിൽ. പക്ഷേ വൈബ്രേഷൻ നടക്കുന്ന കേസുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റൊട്ടേഷണൽ സ്പെക്ട്ര ഇമാജിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. റൊട്ടേഷണൽ സ്പെക്ട്രയ്ക്കകത്ത് നമ്മൾ പറയുന്ന മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. ആ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ബേസിലാണ് ഓരോ എനർജി ലെവൽസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്നൊക്കെയാണ്. ഇപ്പോൾ വൈബ്രേഷനും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണോ? വൈബ്രേഷൻ നടക്കുമ്പം അതിൻ്റെ ബോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബോണ്ടിൻ്റെ സ്ട്രെങ്ത് മാറുന്നുണ്ട്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനകത്ത് കുറച്ചും കൂടെ കറക്ഷൻസ് വേണ്ടി വരും. നമ്മൾ ഒരു പർട്ടിക്കുലർ ലെവലിലെ ബി വാല്യൂ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആകണമെന്നില്ല, അടുത്ത പർട്ടിക്കുലർ ലെവലിലെ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വാല്യൂ അത് നമ്മൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യണം, അതിനകത്ത് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഇവിടെ, ദാറ്റ് ഈസ് വൈബ്രേഷണൽ എക്സൈറ്റേഷൻ ഇഫക്റ്റ്. സോ എനി മോളിക്യൂൾ ഹാസ് ഇൻ അഡീഷൻ ടു റൊട്ടേഷൻ മോഷൻ വൈബ്രേഷൻ മോഷൻ ഓൾസോ, which is unharmonic. അൺഹാർമോണിക് വൈബ്രേഷണൽ മോഷൻ ആണുള്ളതെന്ന് പറയുന്നു. സോ അൺഹാർമോണിക് വൈബ്രേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർമോണിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബോണ്ട് ലെങ്ത് കാര്യമായിട്ട് വേരി ചെയ്യുന്നത്. അൺഹാർമോണിക് എന്ന് പറയുമ്പം കാര്യമായിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വൈബ്രേഷണൽ ബോണ്ട് ലെങ്ത് കാര്യമായിട്ട് വേരി ചെയ്യുന്നുണ്ട്. സോ മോളിക്യൂൾ ഹാസ് ഇൻ അഡീഷൻ ടു റൊട്ടേഷണൽ മോഷൻ വൈബ്രേഷണൽ മോഷൻ ഓൾസോ, വിച്ച് ഇസ് അൺഹാർമോണിക്. So due to this particular feature, we have to correct the centrifugal distortion constant for vibrational excitation of the molecule. And ഓരോ vibrational excitation നടക്കുമ്പോഴും the internuclear distance of the molecule varies. So each vibration state will have a slightly different rotation constant. ഒരു vibration stateലെ rotation constantും അടുത്ത vibration സ്റ്റേറ്റിലെ rotation constant different ആയിരിക്കും. So if you are looking at a particular molecule which is undergoing constant vibration, you have to account for that change in the rotation constant also. So ഒരു particular ലെവലിലെ vibration rotation constant value BV, ഒരു particular vibration സ്റ്റേറ്റിലെ B value rotation constant value will be given as h divided by 8 pi square IV into C. IV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വൈബ്രേഷൻ ലെവലിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. സോ ഓരോ വൈബ്രേഷൻ എക്സൈറ്റേഷൻ സ്റ്റേറ്റിലും അവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിഫറെൻ്റ് ആയിരിക്കും, വൈബ്രേഷൻ കോൺസ്റ്റൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ബി വി ഇസ് ഈക്വൽ ടു ബി ഇ മൈനസ് ആൽഫ ഇ ഇൻറ്റു വി പ്ലസ് 1/2 ഇങ്ങനെയൊരു റിലേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദി വൈബ്രേഷൻ കോൺസ്റ്റൻറ്റ് for a particular vibration state, and this is equal to BE minus alpha E into V plus 1/2. BE is actually rotational constant for equilibrium state. ഒരു വൈബ്രേഷൻ പോലും നടക്കാത്ത സ്റ്റേറ്റിലെ റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ആണ് BE. നമ്മൾ ആദ്യം റൊട്ടേഷൻ സ്പെക്ട്ര പറയുമ്പോൾ തിയററ്റിക്കായിട്ടുള്ള റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ആണ് BE. പക്ഷേ ആക്ച്വലി BE നമുക്ക് പറയത്തില്ല, കാരണം വൈബ്രേഷൻ ലെവലിൽ റൊട്ടേഷൻ നടക്കുന്നുണ്ടാവും. സോ BV is equal to BE minus alpha E into V plus 1/2. V is the vibrational quantum number. Alpha is a positive value. ഒരു സ്മോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് ആൽഫ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 12 BE സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂ ബാർ. വൈബ്രേഷണൽ ഫ്രീക്വൻസിയും കൂടി അസോസിയേറ്റഡ് ആയിട്ടുള്ള. സോ ദിസ് ഇസ് ആക്ച്വലി ദ വൈബ്രേഷൻ എക്സൈറ്റേഷൻ ഇഫക്റ്റ്. വൈബ്രേഷൻ നടക്കുന്നതുകൊണ്ട് റൊട്ടേഷൻ ലെവലിലുള്ള അല്ലെങ്കിൽ റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ഉള്ള ചേഞ്ച്.
ഓരോ ഡിഫറെൻറ്റ് വൈബ്രേഷൻ ലെവലിലും റൊട്ടേഷണൽ കോൺസ്റ്റൻസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് യൂസിങ് ദീസ് ഇക്വേഷൻസ് യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പെർട്ടിക്കുലർ vibration constant at a particular rotation constant in a particular vibration level. So ഇത് നമുക്ക് IV ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് യൂസിങ് ദിസ് ഇക്വേഷൻ യു ക്യാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദ BV വാല്യൂ, ആൻഡ് ഇഫ് യു നോ ദ BV വാല്യൂ യു ക്യാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദി IV വാല്യൂ ആൻഡ് ആ പെർട്ടിക്കുലർ ബോണ്ട് ഡിസ്റ്റൻസ് ഇൻ എ പെർട്ടിക്കുലർ വൈബ്രേഷൻ ലെവൽ. ഒരു വൈബ്രേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വൈബ്രേഷൻ ലെവലിലോ എത്രയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ എത്രയാണ് ബോണ്ട് ലെങ്ത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് can actually calculate. So that is regarding the vibration excitation effect. The effect of vibration on the rotation spectra, the effect of vibration on the rotational constant, all those things. നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്രയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീസ് ഡിറൈവ് ചെയ്തപ്പോൾ യു വിൽ ബി റിമെമ്പറിങ് we considered B as a constant, but actually you cannot consider B as a constant when a molecule is undergoing a vibrational excitation or vibrational changes. So you have to account for that vibrational changes and get a particular notation for the corresponding rotational constant in a particular vibration level, and these two equations will be helping you to find out the corresponding rotational constant in different vibration levels. Now moving further, the asymmetry effect of rotation by vibration band. What is asymmetry effect? So we have already talked about rotational vibrational spectra and all of a particular diatomic molecule, but experimentally, so ആ ഒരു കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് തമ്മിലുള്ള പി ലൈൻസും ആർ ലൈൻസും വിത്തിൻ പി ലൈൻസ് എത്രയാണ് ഡിഫറൻസ് വരുന്നത്, ഓരോ ഗ്യാപ്പുകളും എത്രയാണ് വരുന്നത്, ആർ ലൈൻസിൻ്റെ വിത്തിൻ ഡിഫറെൻറ്റ് ആർ ലൈൻസ് വാട്ട് ഈസ് ദി കറസ്പോണ്ടിങ് സ്പേസിങ്, അതെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ബട്ട് എക്സ്പെരിമെൻ്റലി, if you are experimentally studying a vibrating rotor, you can see the spacing between the rotational components decreases as frequency increases. The rotation between the spacing between the rotational components decreases as frequency increases. So P lines ഉണ്ട്, R lines ഉണ്ട്, അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിങ്ങിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിക്രീസ് എന്നാണ് പറയുന്നത്, നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ യു ക്യാൻ സി വാട്ട് ഓൾ പോസിബിലിറ്റീസ് ആർ ദർ. സോ എക്സ്പെരിമെൻ്റലി സ്റ്റഡി ചെയ്യുമ്പോൾ യു വിൽ ബി ഒബ്സർവിങ് ദിസ് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്പൻസീസ് ഫ്രം ദ തിയററ്റിക്കൽ കൺസിഡറേഷൻസ്. So this points to the fact that rotational energy depend on vibrational quantum number. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, വൈബ്രേഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വേരി ചെയ്യുന്നു. അതുതന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു വൈബ്രേറ്റിംഗ് റൊട്ടേറ്ററിലേക്ക് നിങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് റൊട്ടറിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. That is actually varying according to the vibration levels. Rotational energy depend on the vibrational quantum number. Vibrational quantum number എത്രയാണ് അതനുസരിച്ച് rotational energy is also varying. The asymmetric shape of potential energy curve increases with the vibrational quantum number. You know, നിങ്ങൾ മോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും. അസിമെട്രിക് ഷേപ്പ് ആദ്യം ഇങ്ങനെ ഹാർമോണിക് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാരബോളിക് ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നു കിട്ടുന്നത്. When you move from harmonic system to anharmonic system, you can see there will be anharmonicity അല്ലെങ്കിൽ asymmetric ഷേപ്പിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ corresponding potential energy graph as you increase the V value. At lower vibrational quantum numbers, the anharmonic oscillator and harmonic oscillator will be behaving similarly, but when you move towards the anharmonic oscillator and higher quantum numbers, higher vibrational quantum numbers, you can see asymmetric in the particular shape of the potential energy curve. So due to this asymmetric shape, you can find the I value to be increasing. Moment of inertia increase ചെയ്യും. നമ്മളുടെ ആ ഒരു ഷേപ്പ് അസിമെട്രിക് ആവുന്നതനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിഫറെൻ്റ് ആയിട്ട് വരും, ആൻഡ് ദി ബി വാല്യൂ ഓൾസോ ഡിക്രീസസ്. ബി വാല്യൂ ഡിക്രീസസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബി വി ഇസ് ഈക്വൽ ടു ബി ഇ മൈനസ് ആൽഫ ഇ ഇൻറ്റു വി പ്ലസ് 1/2. വി കൂടുന്നതനുസരിച്ച് റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും.
rotation constant in the Vth vibration state is Bv is equal to Be minus alpha E into V plus 1 by 2, where alpha is 12 Be square divided by nu bar. So ഇത് ഫണ്ടമെൻ്റൽ വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അസിമെട്രിക് ഷേപ്പ് വരുന്നതനുസരിച്ച്, അസിമെട്രിക് ഷേപ്പ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? വെൻ ദി vibration quantum number increases, V increases, and this asymmetry will result in increase in the corresponding moment of inertia as well as a decrease in the rotation constant. Rotation constant decrease ചെയ്യുമ്പോൾ you can say the corresponding energy will also be changing. Neglecting the centrifugal distortion effect and assuming different rotation constant for different vibration levels. നമുക്ക് രണ്ട് വൈബ്രേഷൻ ലെവൽസിലും രണ്ട് ഡിഫറെൻറ്റ് ബി വാല്യൂ ആണ് അസ്യൂം ചെയ്യുക. ഒബ്വിയസ്ലി അതാണ് നമ്മുടെ റിയൽ കേസസ് വരുന്നത്. ബി വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ തൽക്കാലം നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാണ്. വി ആർ കൺസിഡറിങ് എ കേസ് വെൻ വി ഹാവ് എ ട്രാൻസിഷൻ ഫ്രം V is equal to 0 to V is equal to 1, and the corresponding energy or the frequency can be given in the terms of wave number as omega bar is equal to omega 0 bar plus B1 J dash into J dash plus 1 minus B0 J2 dash into J2 dash plus 1. B1 and B0 are the two rotational constant at the two different vibration levels. V is equal to 0 ilum V is equal to 1 ilum ulla vibration levels inde corresponding values aanadu. So this is actually the energy associated with that particular vibration. നമ്മൾ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് റൊട്ടേഷണൽ വൈബ്രേഷൻ ലെവൽസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേഷൻസ്. ആൻഡ് ഫോർ ആർ ബ്രാഞ്ച് യു ഹാവ് ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +1. +1 ഡെൽറ്റ ജെ വാല്യൂ വരുന്ന ട്രാൻസിഷൻസ് ആണ് നമ്മൾ ആർ ബ്രാഞ്ചിൽ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 0 to 1 അല്ലെങ്കിൽ 1 to 2 അങ്ങനെയുള്ള ട്രാൻസിഷൻസ് ആണ് നമ്മൾ ആർ ബ്രാഞ്ചിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ദർ ഡെൽറ്റ ജെ വാല്യൂ ഇസ് ഈക്വൽ ടു +1. സോ ദി കറസ്പോണ്ടിങ് ഒമേഗ ബാർ വിൽ ബി ഈക്വൽ ടു omega 0 bar plus B1 into J2 dash plus 1 J2 dash plus 2 minus B0 into J2 dash into J2 dash plus 1. So ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ you will be arriving at a particular relation. Omega bar is equal to omega 0 bar plus J2 dash plus 1 into B1 plus B0 plus J2 dash plus 1 the whole square into B1 minus B0. This is a relation for R branch. R branchil ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ നടക്കുന്ന corresponding energy ആണ് this particular equation. And for P branch you have the relation omega bar is equal to omega 0 bar minus J prime plus 1 into B1 plus B0 plus J prime plus 1 the whole square into B1 minus B0. So if you compare these two equations, you can see the only difference is this particular sign here. So what we are going to do is that we can combine these two equations together to get this particular relation. Omega bar is equal to omega 0 bar plus m into B1 plus B0 plus m square into B1 minus B0. In a relation like we can arrive, and m is equal to plus or minus 1, plus or minus 2, or plus or minus 3. So from a rigid from a anharmonic rotator you move to rotating vibrating system, and now you are talking about rotational vibration spectra of a molecule in which the rotation constant will be different in different vibration levels. Vibrational quantum number അനുസരിച്ച് rotational energy vary ചെയ്യുന്ന ഒരു കേസിലേക്ക് നമ്മൾ വന്നു. So here m will be positive for R branch and m will be negative for P branch. And if B1 is equal to B0, B1 ഉം B0 ഉം സെയിം ആയിട്ട് വരികയാണെങ്കിൽ that will be equal to omega 0 bar plus 2bm. നമ്മൾ റൊട്ടേറ്റിംഗ് വൈബ്രേറ്റിംഗ് മോളിക്യൂളിൻ്റെ കേസിൽ പറഞ്ഞ ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ വരും. സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലാതുള്ളൊരു ഇക്വേഷനിലേക്ക് വരും. If B1 is greater than B0, R lines will be getting closer and P lines will be becoming wider.
അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്ക്വയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ B1 മൈനസ് B0യുടെ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ that particular value will be giving you negative or positive values respectively. So R bands closer ആയിട്ട് വരും, P bands wider ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. So that is regarding the asymmetry effect of rotating vibration bands. നമ്മളിവിടെ എന്താ അതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് ഐ തിങ്ക് ദി കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് റൊട്ടേഷൻ കോൺസ്റ്റൻറ്റ് വൈബ്രേഷൻ ഉള്ളപ്പോൾ വേരി ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ആ റൊട്ടേഷൻ കോൺസ്റ്റൻറ്റ് വേരി ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണത് PQR സ്പെക്ട്രൽ അല്ലെങ്കിൽ PQ ബാൻഡ്സിനകത്തൊക്കെ അതിൻ്റെ ഇഫക്റ്റ് വരുന്നത്, PR ബാൻഡ്സിനകത്തൊക്കെ എന്താണ് അതിൻ്റെ ഇഫക്റ്റ് വരുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീസ് എങ്ങനെ വേരി ചെയ്യുന്നു. അതുകൂടാതെ R ലൈൻസ് ക്ലോസർ ആയിട്ട് വരുന്നു, P ലൈൻസ് വൈഡർ ആയിട്ട് വരുന്നു, അങ്ങനത്തെ കൺസിഡറേഷൻസ് ഒക്കെ ആണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. B1 B0 സെയിം ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ തിയററ്റിക്കലി പറഞ്ഞ കേസ് തന്നെയാണ്. ഒരു റൊട്ടേറ്റിംഗ് വൈബ്രേറ്ററുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് തന്നെ വരും. ബട്ട് ഇഫ് B1 is greater than B0, the concept or the condition will be different. അവിടെ വ്യത്യാസമായിരിക്കും നമുക്കിവിടെ കിട്ടുന്ന കാര്യങ്ങൾ. So that's all regarding the corresponding topics. I hope it is clear to you. And there can be some problems related to the asymmetry effect as well as vibration excitation effect in spectroscopy. I'll be giving you some 2 or 3 problems. You can try to work out those problems by yourself. Okay, that's all. Thank you.